ഹലോ മക്കളെ, വെൽക്കം ടു എജുപോർട്ട്. നോക്കൂ, നിങ്ങൾ ഓണം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കെമിസ്ട്രിയിൽ 3 ചാപ്റ്റേഴ്സ് ആണ് ഓണം എക്സാമിനുള്ളത്. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ഉണ്ട്, സ്ട്രക്ചർ ഓഫ് ആറ്റം ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ മക്കളെ, ഈ 3 ചാപ്റ്ററിൽ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഫില്ലിംഗ് ഓഫ് ഓർബിറ്റൽസ് ഇൻ ആറ്റം ആണ്. അതായത് ആറ്റത്തിനകത്തുള്ള അറ്റോമിക് ഓർബിറ്റലിൽ ഇലക്ട്രോണുകൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക. അത് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഫില്ല് ചെയ്യാനൊന്നും പറ്റില്ല. അതിന് കൃത്യമായ 3 റൂളുകളുണ്ട്, അല്ലെങ്കിൽ 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് ഫോളോ ചെയ്തിട്ട് മാത്രമാണ് ഏതൊരാറ്റത്തിൻ്റെയും അറ്റോമിക് ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, ഏതാണ് ആ 3 പോയിന്റുകൾ? 1 അഫ്ബാ പ്രിൻസിപ്പിൾ, 2 പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, 3 ഹൺസ് റൂൾ. ഈ 3 പോയിന്റുകൾ ബേസ് ചെയ്തിട്ടാണ് ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് ഓർബിറ്റലിൽ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യപ്പെടുന്നത്. അപ്പം ഇത് 3 മക്കളെ നല്ല നീറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പഠിച്ചിരിക്കേണ്ടതുണ്ട്, അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നോക്കാം നമുക്ക്. ആദ്യം തന്നെ അഫ്ബാ പ്രിൻസിപ്പിൾ. എന്താ അഫ്ബാ പ്രിൻസിപ്പിൾ പറയുന്നതെന്ന് അറിയോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റാ. ഒരു ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ഏത് ഓർഡറിലാണെന്നറിയോ? ഓർബിറ്റൽസിന്റെ എനർജി കൂടി വരുന്ന ഓർഡറിലാണ്. ദാറ്റ് ഇസ് എ പോയിന്റ്. നോക്ക്, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിങ് എനർജീസ്. നോക്കടാ, ഓർബിറ്റലിന്റെ എനർജി കൂടി വരുന്ന ഓർഡറിലാണ് അതിനകത്ത് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ ഇലക്ട്രോൺ എങ്ങോട്ടാ പോവുക? ഏറ്റവും എനർജി കുറവുള്ള ഓർബിറ്റലിലേക്ക്. അത് ഫില്ലായി കഴിഞ്ഞാൽ അതിനേക്കാൾ എനർജി കൂടുതലുള്ള ഓർബിറ്റലിലേക്ക് പോവും. അത് ഫില്ലായി കഴിഞ്ഞാൽ അതിനേക്കാൾ എനർജി കൂടുതലുള്ള ഓർബിറ്റലിലേക്ക് പോവും. അങ്ങനെ എനർജി കൂടി വരുന്ന ഓർഡറിലാണ് മക്കളെ ഒരു ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഓക്കെ, നോക്കൂ. ഇൻ അതർ വേർഡ്സ്, ഇലക്ട്രോൺസ് ഫസ്റ്റ് ഓക്യുപ്പൈ in lowest energy orbital, then to higher energy orbital. ആദ്യം ലോവർ ഓർബിറ്റലിലേക്കാണ് ഇലക്ട്രോൺസ് പോയി ഓക്യുപ്പൈ ചെയ്യുക, അത് കഴിഞ്ഞ് ഹയറിലേക്ക് പോവും. ഇത് രണ്ടും ഒന്നാണ്. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഇനി ഇങ്ങനെ തന്നെ പറയണമെന്നുമില്ല, ആ കോൺസെപ്റ്റ് വരണമെന്നേ ഉള്ളൂ. ഏതാണ് ആ കോൺസെപ്റ്റ്? ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ്. സിമ്പിൾ. ഏതാ സാർ ആ ഓർഡർ? അതാണ് നിങ്ങൾ പഠിച്ച ഈ ഓർഡർ. 1s കഴിഞ്ഞാൽ 2s, 2p, 3s, 3p, 4s, 3d, 4p, 5s, 4d, 5p, 6s, 4f, 5d, 6p, 7s. ഇങ്ങനെ വരുന്ന ഓർഡറാണ്. ഒരു 7s വരെയെങ്കിലും മക്കൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്നല്ല, നിർബന്ധമായും അറിഞ്ഞിരിക്കണം കേട്ടോ. അത് അറിഞ്ഞാലാണ്, ഫോർ എക്സാമ്പിൾ നമുക്ക് സിങ്ക് തന്നു. സിങ്കിന്റെ അറ്റോമിക് നമ്പർ 30 ആണ്. ആദ്യം തന്നെ ഇലക്ട്രോൺ എവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത്? 1s പരമാവധി 2 ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുക. അത് ഫുള്ളായാൽ അത് കഴിഞ്ഞിട്ടുള്ള ഓർബിറ്റലിലേക്ക് പോവാം. 2s അതും ഫില്ലായി. അത് കഴിഞ്ഞാൽ 2pയിലേക്ക് പോവാം. പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യുക. 2p6. പിന്നെ 3sലേക്ക് പോവാം. പിന്നെ 3p6ലേക്ക് പോവാം. പിന്നെ 4s2ലേക്ക് പോവാം. പിന്നെ 3d10. ഇങ്ങനെയാ കോൺഫിഗറേഷൻ വരിക. ആദ്യം 1s, പിന്നെ 2s, പിന്നെ 2p, പിന്നെ 3s, പിന്നെ 3p, പിന്നെ 4s, 3d. അങ്ങനെയാണ് നേടുന്ന കിട്ടിയത്. അതാണ് ഈ ഓർഡർ. അതാണ് എനർജി കൂടി വരുന്ന ഓർഡർ. എനർജി കൂടി വരുന്ന ഓർഡറിലാണ് ഒരാറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യപ്പെടുന്നത്? ഫില്ല് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം മക്കൾ മറന്നു കളയരുത്. ഇമ്പോർട്ടൻറ്റ്. അടുത്തത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. സിമ്പിളാണ്. ഒരു ആറ്റത്തിനകത്ത് ചിലപ്പോൾ ഒരുപാട് ഇലക്ട്രോണുകൾ ഉണ്ടാവും. പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒരു ആറ്റത്തിനകത്തുള്ള 2 ഇലക്ട്രോണുകൾക്ക് ഒരേപോലെയുള്ള 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടാവില്ല. എല്ലാ ഇലക്ട്രോണും, ഏത് ഇലക്ട്രോൺ എടുത്താലും അവർക്ക് 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടാവും. പക്ഷേ ഒരാറ്റത്തിനകത്തുള്ള 2 ഇലക്ട്രോണുകൾക്ക് ഒരേപോലെയുള്ള 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടാവില്ല. 1, 2, 3 ചിലപ്പോൾ സെയിം ആവാം, പക്ഷെ 4 സെയിം ആവോ? ഇല്ല. നോക്കൂ നിങ്ങൾ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ്. ഒരു ആറ്റത്തിനകത്തുള്ള 2 ഇലക്ട്രോണുകൾക്ക് ഒരേപോലെയുള്ള 4 ക്വാണ്ടം നമ്പേഴ്സ് ഒരിക്കലും ഉണ്ടാവില്ല. നോക്കൂ, 2 ഇലക്ട്രോൺ 2 ഓർബിറ്റല്ലാന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായാലും അവിടെ ക്വാണ്ടം നമ്പേഴ്സിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇനി 2 ഇലക്ട്രോണും ഒറ്റ ഓർബിറ്റലാണെങ്കിലോ എന്നാലും 4 ക്വാണ്ടം നമ്പേഴ്സ് സെയിം ആവില്ല. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. നോക്കൂ നിങ്ങൾ,
നോക്കടാ, ഹീലിയം എടുക്ക്. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2, കോൺഫിഗറേഷൻ എങ്ങനെയാ? 1s2. 2 ഇലക്ട്രോൺ ഉള്ളത് 1sലല്ലേ? മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇതിലുള്ള ഒരു ഇലക്ട്രോണിനെ E1 എന്ന് വിളിക്കുന്നു, രണ്ടാമത്തെ ഇലക്ട്രോണിനെ E2 എന്ന് വിളിക്കുന്നു. മക്കൾ പറഞ്ഞ് ഫസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണുള്ളത്? 1ാമത്തെ ഷെല്ലിൽ. രണ്ടാമത്തെ ഇലക്ട്രോണോ? അതും 1ാമത്തെ ഷെല്ലിൽ. അപ്പോൾ രണ്ടുപേരുടെയും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താടാ? 1. രണ്ടുപേരും ഏത് സബ്ഷെല്ലിലാ ഉള്ളത്? എസ് സബ്ഷെല്ലിലല്ലേ? അപ്പൊ രണ്ടുപേരുടെയും എൽ വാല്യൂ 0 ആണ്. എൽ വാല്യൂ 0 ആണെങ്കിൽ എം വാല്യൂ എന്താ? -0 to +0 എന്ന് പറഞ്ഞാൽ അതും 0 ആണ്. പക്ഷെ സ്പിന്ന് നോക്കടാ, ഇത് മൂന്നും സെയിമാ. പക്ഷെ സ്പിൻ എന്താ? ഒരാളുടേത് +½ ആണെങ്കിൽ, ഒരാൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അടുത്ത ആൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, -½ ആയിരിക്കും. അപ്പോൾ ഒരു ഓർബിറ്റലിലുള്ള 2 ഇലക്ട്രോൺ ആയിട്ട് പോലും അവരുടെ 4 ക്വാണ്ടം നമ്പേഴ്സും എന്തായിട്ടില്ല? സെയിം ആയിട്ടില്ല എന്ന കാര്യം മക്കളെ ഓർത്തിരിക്കുക, പഠിച്ചിരിക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണിത്. അപ്പോൾ നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പർ. ഒരാറ്റത്തിനകത്തുള്ള 2 ഇലക്ട്രോണിന് ഒരേപോലെയുള്ള 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടാവില്ല, ഒന്നെങ്കിലും ഡിഫറൻ്റ് ആയിരിക്കും. റെഡി? ഇനി മൂന്നാമത്തത് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഇത് മക്കളെ സിമ്പിളാണ്. ഒരു ഡീജനറേറ്റ് ഓർബിറ്റലിൽ, എന്താ സർ ഡീജനറേറ്റ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ? എനർജി ഈക്വലായ ഓർബിറ്റൽസിനെയാണ് ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് വിളിക്കുക. മക്കളെ, ഒരു ഡീജനറേറ്റ് ഓർബിറ്റലിൽ ഇലക്ട്രോൺസിൻ്റെ ഫില്ലിങ്, ഒരു ഡീജനറേറ്റ് ഓർബിറ്റലിൽ ഇലക്ട്രോൺസിൻ്റെ പെയറിങ് എപ്പോഴാണ് നടക്കുക? ആദ്യം ഓരോ ഓർബിറ്റലും സിംഗിളി ഫില്ല് ചെയ്യും. സിംഗിളി ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ ഇലക്ട്രോൺ വെച്ച് ഫില്ല് ചെയ്യുക, അഥവാ പാർഷ്യലി ഫില്ല് ചെയ്യുക എന്നും കൂടെ പറയാം. ഒരു ഡീജനറേറ്റ് ഓർബിറ്റലിൽ എപ്പോഴാ പെയറിങ് നടക്കുക? ആദ്യം ഓരോ ഓർബിറ്റലും പാർഷ്യലി ഫില്ല് ചെയ്യും, എന്നതിന് ശേഷം എന്ത് നടക്കുകയുള്ളൂ? പെയറിങ് നടക്കുകയുള്ളൂ. അതാണ് ഹൺസ് റൂൾ പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇലക്ട്രോൺ പെയറിംഗ് ടേക്സ് പ്ലേസ്. ഇലക്ട്രോണുകളുടെ പെയറിംഗ് നടക്കുന്നത് ഓൺലി ആഫ്റ്റർ പാർഷ്യലി ഫില്ലിംഗ് ഓൾ ദ ഡീജനറേറ്റ് ഓർബിറ്റൽസ്. എല്ലാ ഡീജനറേറ്റ് ഓർബിറ്റൽസും പാർഷ്യലി ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? പെയറിംഗ് നടക്കുകയുള്ളൂ. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം മക്കളെ, നോക്കൂ. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8, കോൺഫിഗറേഷൻ എങ്ങനെയാ? 1s2 2s2 2p4. 1s എന്ന് പറഞ്ഞാൽ ഒരു ഓർബിറ്റലാണ്, 2s ഒരു ഓർബിറ്റലാണ്, 2p എന്ന് പറഞ്ഞാൽ 3 ഓർബിറ്റലാ. കാര്യം അവിടെ pxും pyയും pzും ഉണ്ട്, നമുക്കറിയാം. നോക്കൂ, ഇവിടെ 2 എണ്ണല്ലേ ഉള്ളത്, ആദ്യം 1 കൊടുത്തു, ഒന്നും കൂടെ ബാക്കിയുണ്ടല്ലോ, അപ്പോൾ പെയർ ചെയ്യാം. ഇവിടെയും അങ്ങനെ തന്നെ പെയർ ചെയ്തു. എന്നാൽ ഈ 3 ഓർബിറ്റൽ ഉണ്ടല്ലോ, ഇത് ഡീജനറേറ്റ് ഓർബിറ്റലാ. കാര്യം ഇത് 3 ഉള്ളത് 2pയിലല്ലേ? 3 ആളുടെയും എനർജി സെയിം ആണ്, അവർ ഡീജനറേറ്റ് ആണ്. മക്കളെ, അങ്ങനെ ഡീജനറേറ്റ് ഓർബിറ്റലിൽ ആദ്യം തന്നെ പോയി പെയർ ചെയ്യാൻ പാടില്ല, ആദ്യം തന്നെ പോയി 2 എണ്ണം കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. എന്താ ചെയ്യുക? ആദ്യം നമ്മൾ സിംഗിളി ഫില്ല് ചെയ്യുക, പാർഷ്യലി ഫില്ല് ചെയ്യുക. അപ്പം 4 എണ്ണം ഉണ്ട്, ഞാൻ ഓരോന്നിലും ഓരോന്ന് വെച്ച് ഫില്ല് ചെയ്തു. ഇനി ഇലക്ട്രോൺ ബാക്കിയുണ്ടോ? ഉണ്ട്, 1 ബാക്കിയുണ്ട്. എങ്കിൽ നിങ്ങൾക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാം? പെയറിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഹൺസ് റൂൾ പറയുന്നത്. ആദ്യം തന്നെ പോയി പെയർ ചെയ്യാൻ പാടില്ല, ആദ്യം ഓരോന്നും പാർഷ്യലി ഫില്ല് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? പെയറിങ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിനെയാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ മക്കളെ, 3 റൂൾസ് ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ 3 പ്രിൻസിപ്പിൾസിന്റെ ബേസിസിലാണ് ഒരു ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്നത്. ഒന്ന് ഓഫ്-ബാ പ്രിൻസിപ്പിൾ, പോളിക്സ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ. അപ്പോൾ ഓഫ്-ബാ പ്രിൻസിപ്പിൾ ഡിഫൈൻ ചെയ്യാൻ അറിയണം, ഈ എനർജി കൂടി വരുന്ന ഓർഡർ അറിയണം. അതേപോലെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഡിഫൈൻ ചെയ്യാൻ അറിയണം, എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്കുക. ഹൺസ് റൂളും ഡിഫൈൻ ചെയ്യാൻ അറിയണം, ഒരു എക്സാമ്പിളും എഴുതാൻ അറിയണം. ഓക്കെ ആണല്ലോ പറഞ്ഞത്? അപ്പോൾ മക്കളെ, ഇത് നന്നായി പഠിക്കുക. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും പോളിസ് എക്സ്ക്ലൂഷൻ ഹൺസ് റൂളും പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളുമാണ് കൂടുതലും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇനി ഈ 3 എണ്ണവും ഒരൊറ്റ ക്വസ്റ്റ്യനിൽ 3 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നന്നായി പഠിക്കുക. ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കാണാൻ സാധ്യതയുണ്ട്. ആ മാർക്ക് മക്കൾ നേടണം, ഫുൾ മാർക്ക് നേടണം കേട്ടോ. ഓഫ് ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.